യാത്രകൾ എന്നും പുതിയ പാഠങ്ങളും കാഴ്ചകളുമാണ് നമുക്ക് സമ്മാനിക്കാറുള്ളത്. എന്നാൽ ചില സ്ഥലങ്ങളുണ്ട്, അവ വെറുമൊരു കാഴ്ച എന്നതിലുപരി ഒരു അനുഭൂതിയായി നമ്മുടെ ഉള്ളിൽ അവശേഷിക്കും. കർണാടകയിലെ ഉടുപ്പി ജില്ലയിലുള്ള മരവന്റെ അത്തരത്തിലൊന്നാണ്. ഭാരതത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ തീരദേശ പാതകളിലൊന്ന് എന്ന ഖ്യാതിയുള്ള ഈ പ്രദേശം പ്രകൃതിയുടെ ഒരു അപൂർവ ലീലാവിലാസമാണ്. മരവന്തയെ സവിശേഷമാക്കുന്നത് അവിടുത്തെ ഭൂമിശാസ്ത്രപരമായ കിടപ്പാണ്. ദേശീയപാത 66 ലൂടെയുള്ള യാത്രയിൽ ഒരു നിമിഷം നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. വലതുവശത്ത് ആർത്തലച്ചു വരുന്ന അറബിക്കടലിന്റെ നീലത്തിരമാലകൾ, മറുവശത്ത് ശാന്തസുന്ദരിയായി ഒഴുകുന്ന സൗബർണിക നദി. ഇവ രണ്ടിനുമിടയിലുള്ള ഒരു നേർത്ത നൂൽപ്പാലം പോലെയാണ് ഈ പാത തോന്നിപ്പിക്കുക. ലോകത്ത് തന്നെ ഇത്തരത്തിൽ കടലിനും നദിക്കും ഇടയിലൂടെ സമാന്തരമായി പോകുന്ന പാതകൾ വളരെ ചുരുക്കമാണ്. പണ്ട് കാലത്ത് റോഡും കടലും തമ്മിൽ വളരെ കുറഞ്ഞ ദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും ഹൈവേ വികസനത്തിനു ശേഷം ഈ ഭാഗം കൂടുതൽ സുരക്ഷിതവും മനോഹരവുമായി മാറിയിട്ടുണ്ട്. കടലിന്റെ ഇരമ്പലിനേക്കാൾ മരവന്തയിൽ പലപ്പോഴും നമ്മെ ആകർഷിക്കുക സൗബർണിക നദിയുടെ നിഗൂഢമായ ശാന്തതയാണ്. പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിച്ചു വരുന്ന ഈ നദി കടലിൽ ചേരുന്നതിന് തൊട്ടുമുമ്പ് കിലോമീറ്ററുകളോളം കടലിന് സമാന്തരമായി ഒഴുകുന്നു എന്നത് അതിശയകരമാണ്. നദിക്കരയിലെ തെങ്ങിൻ തോപ്പുകളും ചെറിയ തുരുത്തുകളും കണ്ടുകൊണ്ടുള്ള ബോട്ട് യാത്ര ഏതൊരു സഞ്ചാരിക്കും മറക്കാനാവാത്ത ഒന്നായിരിക്കും. നദിക്ക് നടുവിലുള്ള കുർമഗഡ് ദ്വീപ് സന്ദർശനം സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു പുത്തൻ അനുഭവമായിരിക്കും. കാഴ്ചകൾക്കപ്പുറം മരവന്തയ്ക്ക് ഒരു ആത്മീയ മുഖം കൂടിയുണ്ട്. ബീച്ചിനോട് ചേർന്ന് തന്നെയുള്ള ശ്രീ വരാഹസ്വാമി ക്ഷേത്രം ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക അടയാളമാണ്. കടലിനെയും നദിയെയും സാക്ഷിയാക്കി നിൽക്കുന്ന ഈ ക്ഷേത്രത്തിലെ വരാഹരൂപം വിശ്വാസികൾക്കും സഞ്ചാരികൾക്കും ഒരുപോലെ പ്രിയപ്പെട്ടതാണ്. അസ്തമയ സൂര്യന്റെ കിരണങ്ങൾ ക്ഷേത്രഗോപുരത്തിൽ തട്ടി പ്രതിഫലിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പ്രഭാവലയം വാക്കുകൾക്ക് അതീതമാണ്. നിങ്ങൾ ക്യാമറയുമായി യാത്ര ചെയ്യുന്ന ഒരാളാണെങ്കിൽ മരവന്ത നിങ്ങൾക്ക് നൽകുന്ന ദൃശ്യവിരുന്നുകൾ അനന്തമാണ്. ഹൈവേയിലെ ഡ്രൈവിംഗ് ഷോട്ടുകൾ മുതൽ കടലിന്റെയും നദിയുടെയും ഏരിയൽ ദൃശ്യങ്ങൾ വരെ ഇവിടുത്തെ പ്രത്യേകതയാണ്. പ്രത്യേകിച്ച് അസ്തമയ സമയത്ത് ആകാശം സ്വർണ്ണനിറമാകുമ്പോൾ കടലിലും നദിയിലും ഒരേ സമയം ആ പ്രതിബിംബം തെളിയുന്നത് ഫോട്ടോഗ്രാഫർമാരുടെ സ്വപ്നതുല്യമായ കാഴ്ചയാണ്. അടുത്തുള്ള ഒട്ടനൈന വ്യൂ പോയിന്റിൽ നിന്നാൽ സൗബർണിക നദി വളഞ്ഞുപുളഞ്ഞ് അറബിക്കടലിൽ ലയിക്കുന്ന പൂർണ്ണരൂപം കാണാൻ സാധിക്കും. ഇത് മരവന്ത യാത്രയിൽ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്ത ഒന്നാണ്. മരവന്ത പൂർണ്ണരൂപത്തിൽ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവർ ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ് ഉചിതം. മഴക്കാലത്ത് ഈ പാത അതീവ സുന്ദരിയാണെങ്കിലും കടൽക്ഷോഭത്തിനുള്ള സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണം. കുന്താപുരയിൽ നിന്നോ ഉടുപ്പിയിൽ നിന്നോ എളുപ്പത്തിൽ ഇവിടേക്ക് എത്തിച്ചേരാം. വഴിവാണിഭക്കാരോ ബഹളങ്ങളോ ഇല്ലാത്ത പ്രകൃതിയുടെ മടിത്തട്ടിൽ അല്പനേരം ഇരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ തീരം എന്നും പ്രിയപ്പെട്ടതായിരിക്കും. മരവന്ത വെറുമൊരു വിനോദസഞ്ചാര കേന്ദ്രമല്ല, അത് പ്രകൃതിയുടെ ശാന്തതയും ഗാംഭീര്യവും ഒരേപോലെ അനുഭവിക്കാൻ കഴിയുന്ന ഒരിടമാണ്. നിങ്ങളുടെ അടുത്ത യാത്ര കർണാടകയിലേക്കാണെങ്കിൽ ആ തിരമാലകളുടെ താളത്തിനൊപ്പം സൗബർണികയുടെ ശാന്തതയും നുകരാൻ മരവന്തയിലേക്ക് തീർച്ചയായും വന്നു കണ്ടിരിക്കണം.